കാലത്ത് സ്ത്രീകൾക്കിടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ആർത്തവം ക്രമം തെറ്റി വരിക, അതുപോലെ ആർത്തവം നഷ്ടമാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ചെറിയ ചികിത്സയിലൂടെ മാറുന്ന ഒരു അവസ്ഥയെ വകവെക്കാതെ ഇരുന്ന് ഭാവിയിൽ ഇത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലേക്കും കുറേ ഹോർമോണൽ ഇഞ്ചക്ഷൻസിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അമെനോറിയ എന്ന് നോക്കാം. അമെനോറിയ എന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു വുമണിന് കുറച്ച് നാളായിട്ട് അബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നതിനെയാണ് നമ്മൾ അമെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിലാണുള്ളത്, പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. അപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ ആവുന്ന ഒരു അവസ്ഥയിൽ 16 വയസ്സായിട്ടും ആവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രൈമറിയിൽ ഉൾപ്പെടുത്തുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ളത്. നോർമലി മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമണിന് കുറച്ച് നാളായിട്ട് മെൻസ്ട്രേഷൻ ഇല്ല, അതിൻ്റെ അബ്സെൻസ് കാണിക്കുക, ഒരു 3 to 4 months ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സെക്കൻഡറി അമെനോറിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പെടുത്തുന്നത്. അപ്പോൾ ഈ കുറവുള്ളവർക്ക്, അതുപോലെ PCOD ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് നമുക്കൊരു 9 months കണ്ടിന്യൂസ് നോക്കിയിട്ട് വേണം ഈ കാറ്റഗറിയിൽ അവളെ ഉൾപ്പെടുത്താൻ.